ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു കടലക്കറി വയ്ക്കാം. അതും വെള്ളക്കടലയുടെ കടലക്കറി. അത് ഞാൻ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം നമുക്കിതിന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. കൂടിപ്പോകാനും പാടില്ല, കുറയാനും പാടില്ല. ഒരു പരുവത്തിന് ഇത്രയും മതി വെള്ളം. വേവാനും മാത്രമുള്ള വെള്ളം നമുക്ക് വെച്ച് വേവിക്കാം. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാം. കടല വേവാനുള്ളതിനകത്ത് സ്വല്പം മഞ്ഞപ്പൊടി ചേർക്കാം. പരുവത്തിന് ഉപ്പും ചേർക്കാം. കടല വേവാനുള്ള പരുവത്തിന് ഉപ്പ്, അങ്ങനെ വെളിച്ചെണ്ണ വേവാൻ വെച്ച് നമുക്കൊരു 4 വിസിൽ വരെ വെക്കാം. വെയിറ്റ് ചെയ്യാം. നമ്മൾ ചീനച്ചട്ടി വെച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. 200 ഗ്രാം ചെറിയ ഉള്ളി 4ആയിട്ട് കീറിയത്, പച്ചമുളക് 2 തേങ്ങാക്കൊത്ത് 3 കീറ്, 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 തക്കാളിപ്പഴം ചെറിയ പീസായിട്ട് അരിഞ്ഞത്. ഇത്രയുമാണ് നമുക്കിത് വഴറ്റാനായിട്ട്. നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ഉള്ളി ഒന്ന് വഴണ്ട് പെട്ടെന്ന് വരാൻ വേണ്ടി നമുക്ക് ശകലം ഉപ്പിടണം. കാരണം നമ്മൾ കടലയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ മസാലയ്ക്ക് ഒരു ഉപ്പിന് വേണ്ടി മാത്രം സ്വല്പം ഉപ്പ് ചേർക്കാം. ശകലം ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് 2 ഇടാം. കൂടെ അതിൻ്റെ കൂടെ ഇടാം. വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിനൊരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക. ഉള്ളി വഴണ്ടിട്ടുണ്ട്. തക്കാളിപ്പഴം ചേർക്കാം. നമ്മുടെ കടല വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് കടല പകർന്ന് മാറ്റുകയാണ്. തണുക്കണം. ഇത് എന്തിനാണെന്നുള്ളത് നമുക്ക് പുറകാലം മനസ്സിലാവും. കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. തണുക്കട്ടെ. നമുക്ക് ഇതിനകത്ത് ഇനി മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി നമുക്ക് എരിവിനും ആവശ്യത്തിനും മതി. ഒരു 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ശകലം കുരുമുളക് പൊടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റാം. നമുക്കിതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന കടല ചേർക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാനകത്ത്. അപ്പോൾ നമ്മൾ കുറച്ച് കടല മാറ്റി വെച്ചിരുന്നല്ലോ, അതിപ്പോൾ നമ്മൾ ഇതിനകത്ത് അരയ്ക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ കുറച്ച് കടല മാറ്റി വെച്ചത്. അത് അരച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കടല അരച്ചതും എല്ലാം കൂടെ നമുക്ക് കുറച്ച് പെരുംജീരകം കൂടെ ചേർത്ത് അരയ്ക്കാം. വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. നല്ലവണ്ണം അരഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ചേർക്കാം. നമ്മൾ ചേർക്കുമ്പം ഗ്രേവിക്ക് തിക്നെസ്സും വരും, ടേസ്റ്റും കൂടും. കടലക്കറിക്ക് തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിന് ഉപ്പും മസാലയും എല്ലാം നമ്മളൊന്ന് നോക്കണം. കുറവായിരുന്നു. അല്പം ലേശം ഉപ്പും ഇടുകയാണ്. ലേശം ഗരം മസാല, അത് ഹോം മെയ്ഡ് ഗരം മസാല നമ്മളിവിടെ തന്നെ പൊടിച്ചതാണ്. അത് ലേശം ചേർക്കുക. ഇനി ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കാം. നമുക്കിനി കടുക് വറുത്ത് കറിക്കകത്ത് ചേർക്കാം. ഇനി കടുക് വറുത്ത് നമുക്കിനി കറിയിലേക്ക് മുളക് ചൂടാകുമ്പോഴത്തെ കറിയിലോട്ട് പകക്കാം. കടുക് താളിക്കുകയാണ്. കടുക് താളിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കടുക് ചേർത്തെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. നമ്മൾ കൂട്ടി യോജിച്ചപ്പോൾ നല്ലൊരു അടിപൊളി കടലക്കറി. നമ്മൾ ചന്ന മസാല എന്നും വിളിക്കും, വെള്ളക്കടലയെന്നും പറയും. നല്ലൊരു കറിയാണ് നമ്മളിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും നമ്മൾ നല്ലൊരു കൂട്ടുകറിയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.